ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി നാടൻ വിഭവമാണ്. അപ്പോൾ ഇതറിയാത്തവരായി ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. അറിയാത്തവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും ഉറപ്പായിട്ടും. ചോറിന് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം മതി. അപ്പോൾ നമുക്ക് നോക്കുക. അപ്പോൾ ഇന്ന് ഒരു ഈസി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല, ഉള്ളിയും മുളകും തിരുമ്പിയതെന്ന് പറയാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചെറിയുള്ളി ഇല്ല ചിങ്ങ ഒരു സവോളയുടെ പകുതിയോ അല്ലെങ്കിൽ ഒരെണ്ണം മുഴുവൻ എടുക്കുക. എന്നിട്ട് ഇതുപോലെ കുനുകുനാന്ന് കട്ട് ചെയ്യുക. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മൾ കുനുകുനാന്ന് കട്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഉറുമ്പ് പോട്ടെ ഇനി ഇങ്ങനൊരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി. അപ്പോൾ മുളക് പൊടി അധികമൊന്നും ചേർക്കേണ്ട, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി. അതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കുക, കൂട്ടുക കുറയ്ക്കുകയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അല്പം ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമ്മളുടെ സവോളേനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറേശ്ശെ നല്ല മുഴുവൻ ഇട്ട് കൊടുക്കുന്നത്, മുഴുവൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക. ചിലർ പുളി ചേർക്കും, എനിക്ക് പുളി ഇഷ്ടമില്ല. പുളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണമാണ്. അപ്പോൾ കുറച്ച് മതി, 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂ, ഇങ്ങനെ എടുക്കുക, ഞെരടി ഞെരടി ഞെരടി. എൻ്റെ പൊന്നോ, ഇപ്പോൾ തന്നെ എന്താ മണം എന്നറിയൂ. അതാ ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ, ഈ കൈ ഉണ്ടല്ലോ ആ ചോറിൽ അങ്ങോട്ട് കുഴച്ച് ഉരുളയാണ് കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്നറിയൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു സംഭവം തന്നെയാണ്. മിക്കവർക്ക് അറിയുന്നതായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് അറിയാണ്ട് പോരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ ലഭിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. അതെ, ഒരു കാര്യം വിട്ടുപോയി. എന്താണെന്നറിയോ, സ്പൂൺ വെച്ചിട്ടൊന്നും ഇത് മിക്സ് ചെയ്യരുത് കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഞെരടി ഞെരടി മിക്സ് ചെയ്താലാണ് അതിൻ്റേതായ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ടാറ്റാ.